കണ്ടു ഗൈസ്, ഞാൻ ആ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാമേ. ആ ചിരട്ട വെച്ചിട്ട് ഞാൻ ചെയ്ത കാര്യം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യണേ. നമുക്കിന്ന് തേങ്ങ എങ്ങനെ പൊതിക്കാമെന്ന് നോക്കാം. അതിനായി എടുത്തിരിക്കുന്ന പാരയാണിത്. ഇത് നമ്മുടെ വലത് ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. കൂടുതൽ പേരും റൈറ്റ് സൈഡാണല്ലോ, അപ്പം ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് വെക്കണം. ലെഫ്റ്റ് ഹാൻഡാണ് എങ്കിൽ ഇതിങ്ങനെ തിരിച്ച് വെക്കുക. ഞാൻ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഞാനിങ്ങോട്ട് തിരിച്ച് വെക്കുവാണ്. ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം. കണ്ടോ, കണ്ടോ, ഇങ്ങനെ നമുക്ക് തേങ്ങ പൊതിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ എങ്ങനെ പൊതിക്കുകയല്ല ചിരവാം എന്നുള്ളതിന് വേണ്ടിയിട്ട് അതിന് മുമ്പുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. ആദ്യം പൊതിച്ച തേങ്ങയുടെ ഈ നാരുകളുണ്ടല്ലോ, കണ്ടോ, ഈ നാരുകൾ ഒന്ന് കത്തി കൊണ്ട് കളയുക, കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്നത്. കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തിക്കളഞ്ഞാലും മതി. എന്താ, ഇങ്ങനെയാണെങ്കിലും വേഗം പൊയ്ക്കിട്ടും. ഇങ്ങനെ ഞാൻ ബാക്കി ചെത്തട്ടെ. അങ്ങനെ കൂടുതലായി നിന്ന ആ ചകിരിയുടെ ഭാഗമെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ബോൾ ഉരുട്ടുന്ന പോലെ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ അതിൻ്റെ പൊടി പോലെ ഇളകും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പിടിച്ച് ഇങ്ങനെ ചിരവുമ്പോൾ പീര വീഴുന്നിടത്തേക്ക് അതിൻ്റെ പൊടികളും കൂടി വീഴും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കളയുന്നത് നല്ലതാണ്. ഇനി നമുക്കത് എങ്ങനെ പൊട്ടിക്കാമെന്ന് നോക്കാം. ആദ്യം വാക്കത്തി എടുക്കുക. അതിൻ്റെ ഈ വരകൾ കണ്ടോ, ഈ 3 വര കണ്ടോ, ഈ 3 വരകൾ ആ വരയുടെ നമുക്ക് ചെടി നടണമെങ്കിൽ ഈ 1/4 ഭാഗം ഇപ്പുറത്തേക്ക് വരണം. എന്നിട്ട് ബാക്കി 1/4 ഭാഗത്തായിട്ട് പൊട്ടിക്കണം. അല്ല എങ്കിൽ സെൻറ്റർ വെച്ച് പൊട്ടിക്കാം. ഇതിൻ്റെ സെൻറ്റർ വെച്ച് പൊട്ടിക്കാം. മറ്റേത് ആകുമ്പോൾ നമുക്കൊരു ഈ വലിയൊരു ചിരട്ടയാണെങ്കിൽ അതിൻ്റെ ഇങ്ങനെ പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ നടാം അതിൽ. അപ്പം ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ഞാൻ ചെടികളൊക്കെ നടാറുള്ളതുകൊണ്ട് ഞാൻ 1/4 ഭാഗം വെച്ചാണ് പൊട്ടിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ ഈ ഭാഗം വാക്കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തുറന്നു പോയി.
ഉണ്ടോ. അപ്പം ഇത് ചെറിയ ശേഷം നമുക്ക് ചെടി നടാൻ ഉപയോഗിക്കാം. ഉണ്ടോ, ഒരു ചെറിയൊരു ബോട്ടിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ചിരവ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഇങ്ങനെ ചെറിയ പീസായിട്ട് വരഞ്ഞു കൊടുക്കുക. ഉണ്ടാ കാണാമോ, ഇതിങ്ങനെ നേരെ വരയ്ക്കുക. ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. ഉണ്ടാ, ചിരവ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഉണ്ടാ, ഇങ്ങനെ കുത്തി പീസാക്കി എടുത്തിട്ട് അത് വീണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് എടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കുക. അല്ലെങ്കിൽ ഈ പീസ് ഇതുപോലത്തെ സ്ട്രെയിനർ എടുത്തിട്ട് ഉണ്ടോ അതിൽ ഇങ്ങനെ ചീവി എടുക്കാം. എന്നിട്ടും മിക്സിയിൽ അടിക്കാം. അല്ല പുട്ടിനൊക്കെ ആണെങ്കിൽ പീരയായിട്ട് എടുക്കണമെങ്കിൽ ഇതിൽ ചേർക്കാം. ഉണ്ടോ, ഇതിൽ അങ്ങനെ ചെയ്യാം. ആദ്യം ചിരണ്ടുമ്പോൾ ഈ പുറം ഭാഗം, ഫ്രണ്ടിലെ ഭാഗമാണ് ആദ്യം ചിരണ്ടുന്നത്. അതിന് ശേഷം വേണം ഉള്ളിലേക്ക്, അങ്ങനെ വേണം ചിരണ്ടി പോവാൻ. അല്ലെങ്കിൽ ഇവിടെ നിർത്തിക്കൊണ്ട് അകം ചിരണ്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഇവിടെയൊക്കെ മുട്ടുമ്പോൾ ബുദ്ധിമുട്ടാണ് അകം ചിരണ്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചിരണ്ടി സ്പേസ് ഉണ്ടാക്കണം. എന്നിട്ട് വേണം ഉള്ളിലേക്ക് ചിരണ്ടാൻ.